ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ പഠിച്ച ആൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആൾജിബ്രയിലെ കോൺസെപ്റ്റ്സ്, ബേസിക്കലി എക്സ്റ്റൻഷൻ ഫീൽഡ്, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് നമ്മൾ ബേസിക്കലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പം ചില ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും യൂസിങ് അവർ കോൺസെപ്റ്റ്സ് വിച്ച് വി സ്റ്റഡി ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ക്ലാസ്സസ്. അപ്പോൾ അതിനൊരു മോട്ടിവേഷൻ രീതി ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സപ്പോസ് നിങ്ങൾക്ക് ശരിക്കും വി വോളിയമുള്ള ഒരു ക്യൂബിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു സൈഡ്, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ലെങ്ത് അറിയാം, ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു വി വോളിയമുള്ള ക്യൂബിൻ്റെ ഒരു ലെങ്ത്, ഇങ്ങനത്തെ ഒരു സൈഡ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സൈഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സൈഡ് ഇപ്പോൾ എ ആണെങ്കിൽ എന്താ വരിക, എ ആണ് നിങ്ങളെ വോളിയം വരും അല്ലേ. ഇത് എ ആണെങ്കിൽ ഇവിടെ എ വരും, ഇവിടെ എ വരും അല്ലെ, എല്ലാ സൈഡ്സും എ ഉണ്ടാവും. അപ്പം അതെ, ഇങ്ങനത്തെ ഒരു വോളിയം വി ഉള്ള ഒരു ക്യൂബിൻ്റെ സൈഡ് എ തന്നിട്ടുണ്ടെങ്കിൽ 2v വോളിയം വരുന്ന ഒരു ക്യൂബിൻ്റെ ഈ സൈഡ്, അതായത് ഒരു സൈഡ് നിങ്ങൾക്ക്, എല്ലാ സൈഡും ഒരുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് എഡ്ജിൻ്റെയും കോമ്പസിൻ്റെയും സഹായത്തോടെ കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. സ്ട്രെയിറ്റ് എഡ്ജ് പറഞ്ഞെങ്കിൽ നമ്മളെ സ്കെയിൽ പോലത്തെ ഒരു സാധനം, പക്ഷേ അതിൽ മെഷർമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഒരു സ്കെയിൽ പോലത്തെ സാധനം. അതിൽ പറഞ്ഞപ്പോൾ സ്കെയിലിൽ ഇപ്പോൾ എക്സ്ട്രാ മെഷർമെൻറ്റ് ഉണ്ടാവില്ല, ഇവിടെ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനെ അതൊന്നും ഇതിനകത്തില്ല. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധനം, ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു സ്കെയിൽ പോലത്തെ ഒരു സാധനം. പിന്നെ നിങ്ങളൊരു കോമ്പസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒരു കോമ്പസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ രണ്ട് സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ ഈ ഒരു ലെങ്ത് ഉള്ള ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു ലെങ്ത്, ഒരു ലൈൻ സെഗ്മെൻറ്റ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസിബിൾ ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ ഒരു ജോമെട്രിക്കൽ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മളെ പഠിച്ച ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം കാണണം. അപ്പം അത് നമുക്ക് തുടക്കത്തിൽ നോക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് എത്തും. ഓക്കെ, ചിലപ്പം ഈ ക്ലാസ്സിലോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുക. പക്ഷേ ഇതാണ് നമ്മളെ മോട്ടിവേഷൻ. ഇതൊരു ചെറിയൊരു മോട്ടിവേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് നമുക്ക് എങ്ങനെ നമ്മളെ എക്സ്റ്റൻഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ്റെ ഐഡിയ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം, നമ്മൾ പഠിച്ച റിസൾട്ട്സുകൾ, തിയറംസ് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ സപ്പോസ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട് നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അതിൻ്റെ ലെങ്ത് യൂണിറ്റ് ലെങ്ത് ആണ് സപ്പോസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ തരുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്, യൂണിറ്റ് ലെങ്ത് ലൈൻ സെഗ്മെൻറ്റ്. അത് നിങ്ങൾ തൽക്കാലം മനസ്സിൽ വയ്ക്കുക. ഇനി ഞാനൊരു ചെറിയ ഡെഫിനേഷൻ പറയാം, എന്നിട്ട് നമുക്കൊരു ചെറിയൊരു ഗെയിം ഉണ്ടല്ലേ ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു റിയൽ നമ്പറിനെ നമ്മൾ കൺസ്ട്രക്റ്റബിൾ എന്ന് എപ്പോഴാണ് വിളിക്കുക എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ഡെഫിനേഷൻ. എപ്പോഴാണ് നമ്മളൊരു റിയൽ നമ്പറിനെ കൺസ്ട്രക്റ്റബിൾ എന്ന് പറയുക? അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെൻറ്റും ഒരു സ്ട്രെയിറ്റ് എഡ്ജും ഒരു കോമ്പസും, ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മോഡ് ആൽഫ ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയാം ആൽഫ ഈസ് കൺസ്ട്രക്റ്റബിൾ. അതാ റിയൽ നമ്പർ ആൽഫ ഈസ് കൺസ്ട്രക്റ്റബിൾ എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശരിക്ക് ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് ലെങ്ത്ത് 1 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, 1 യൂണിറ്റ് ലെങ്ത്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, എങ്കിൽ 1 യൂണിറ്റ് ലെങ്ത്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, എങ്കിൽ 1 യൂണിറ്റ് ലെങ്ത്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, എങ്കിൽ 1 യൂണിറ്റ് ലെങ്ത്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, 1 യൂണിറ്റ് ലെങ്ത്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, എങ്കിൽ
ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഇനി ഒരു സ്ട്രെയിറ്റ് എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ടാവും. ലൈൻ സെഗ്മെന്റ് ആണല്ലോ. അപ്പോൾ നിങ്ങളൊരു സ്ട്രെയിറ്റ് എഡ്ജ് ഉണ്ട്, അതായത് ഒരു സ്ട്രെയിറ്റ് എഡ്ജ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പെന്നൊക്കെ ഉപയോഗിക്കാം വരയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് ഒരു കോമ്പസ് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സപ്പോസ് നമുക്ക് ചോദ്യം ഇതായിരുന്നു, -7 അല്ലെങ്കിൽ -5 എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ റിയൽ നമ്പർ കൺസ്ട്രക്റ്റബിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? ഈ സാധനവും ഈ തന്നിരിക്കുന്ന ഈ ലൈൻ സെഗ്മെന്റ്, നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രെയിറ്റ് എഡ്ജ്, ആ സ്കെയിൽ പോലത്തെ സാധനം, നിങ്ങളുടെ അടുത്തുള്ള കോമ്പസ്, ഓക്കെ, ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് mod 5 ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്ത് പറയാം? -5 ഇസ് കൺസ്ട്രക്റ്റബിൾ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇതാ 1 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് എഡ്ജ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാനൊരു ഈ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. ഈ ലൈൻ സെഗ്മെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ ഒരു ലൈൻ വരച്ചു. ഇനി ഈ ആൽഫ 5 -5 എന്ന റിയൽ നമ്പർ കൺസ്ട്രക്റ്റബിൾ ആവണമെങ്കിൽ mod 5 ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ് നമുക്ക് ഈ തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റ് സഹായത്തോടെ തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്നല്ല, തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റ് നമ്മളെ കയ്യിൽ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, 1 യൂണിറ്റ് ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെന്റ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സഹായത്തോടെയും ഈ റൂളറിൻ്റെ സഹായത്തോടെയും ഇതിൻ്റെ സഹായത്തോടെയും നമുക്ക് എന്താ പറയുക, നമ്മളെ കോമ്പസിൻ്റെ സഹായത്തോടെ നമുക്ക് 5 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു സ്ട്രെയിറ്റ് എഡ്ജ് എടുത്തു, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, ഒരു വലിയ ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ലൈൻ സെഗ്മെന്റ് ഞാൻ വരച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ, എൻ്റെ കോമ്പസ് വെച്ചിട്ട്, ഇതിൻ്റെ യൂണിറ്റ് 1 സെൻറ്റിമീറ്റർ ആണല്ലോ, അതെ, ഇതിൻ്റെ ലെങ്ത് 1 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കോമ്പസ് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഈ പോയിന്റിൽ ഒരു കോമ്പസിൻ്റെ ഒരു വശവും ഒരു കാലും, അതുപോലെ ഈ പോയിന്റിൽ അതിൻ്റെ വേറൊരു കാലും ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പസ്. അപ്പോൾ നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടി അല്ലേ? അപ്പം ഈ കോമ്പസ് ഇതുപോലെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു കാല് ഈ പോയിന്റിൽ ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ കാല് ടച്ച് ചെയ്യുന്ന ആ പോർഷൻ എത്രയായിരിക്കും? അത് പറഞ്ഞാൽ 1 യൂണിറ്റ് ആയിരിക്കും. ഇപ്പോൾ സെൻറ്റിമീറ്റർ കണക്കിനാണ് പറയുന്നത് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി എന്ത് ചെയ്യുന്നു? ഇതേ കോമ്പസ് എടുക്കുന്നു, എന്നിട്ട് ഈ കാല് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുന്നു, ഈ പോയിന്റിൽ. അപ്പം ഇങ്ങനെ വരും. അപ്പോൾ മറ്റേ കാല് തട്ടുന്ന ഈ ലൈനിൽ സ്ട്രെയിറ്റ് എഡ്ജിൽ തട്ടുന്ന പോയിന്റ് പറഞ്ഞാൽ ഇത് 1 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ മൊത്തം 2 യൂണിറ്റ്സ് ആയി. അതുപോലെ ഇതേ കോമ്പസ് ഇങ്ങനെ എടുത്ത് വെക്കുക, ഇങ്ങനെ എടുത്ത് വെക്കുക, ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ലെങ്ത് 1 സെൻറ്റിമീറ്റർ, ഈ ലെങ്ത് 1 സെൻറ്റിമീറ്റർ, ഈ ലെങ്ത് 1 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 1 യൂണിറ്റ് 1 യൂണിറ്റ് 1 യൂണിറ്റ്, എന്താ യൂണിറ്റ് എന്ന് പറയുന്നത്, ഏത് മീറ്റർ ആണെങ്കിൽ മീറ്റർ, കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്റർ, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പം 1 യൂണിറ്റ് തന്നെ പറയുന്നുള്ളൂ. അപ്പം 1 സെൻറ്റിമീറ്റർ എടുക്കാം തൽക്കാലം നമുക്ക്. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെൻറ്റ് എടുത്തു, ഒരു കോമ്പസ് എടുത്തു, ഒരു സ്ട്രെയിറ്റ് എഡ്ജ് എടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്തു? വി വർ ഏബിൾ ടു കൺസ്ട്രക്ട് എ ലൈൻ സെഗ്മെൻറ്റ്. അതെ, ഞാൻ ഇതിനെ മുകളിൽ കൂടെ തന്നെ വേണം വരയ്ക്കാൻ. എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് mod 5, mod of -5, അതായത് 5, mod of -5 അല്ലേ? ആൽഫ ലെങ്ത് ഉള്ള ആൽഫ എന്ന റിയൽ നമ്പർ കൺസ്ട്രക്റ്റബിൾ ആണെങ്കിൽ mod of -5, അതായത് 5 ലെങ്ത് വരുന്ന ഒരു എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ഒരു ലൈൻ സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റണം വിത്തിൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ 5 സ്റ്റെപ്സിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം ഇത് -5 ഈസ് കൺസ്ട്രക്റ്റബിൾ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു റിയൽ നമ്പർ കൺസ്ട്രക്റ്റബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇതിന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ പോകുമ്പം സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ സെഗ്മെൻറ്റ് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു ഇതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 0, 0യും 1, 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്തായി? യൂണിറ്റ് ലെങ്ത് ആയി അല്ലേ? 1 ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് നമ്മളെ R2ൽ.
യൂക്ലിഡിയൻ പ്ലെയിനിൽ ഉള്ളൊരു 1 ലെങ്ത് ഉള്ളൊരു ലൈൻ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ട്രെയിറ്റ് എഡ്ജ് ഉണ്ട്, കോമ്പസ് ഉണ്ട്. അപ്പം ചോദ്യം എന്താ വെച്ചാൽ, എൻ്റെ ഒരു ചോദ്യം ഈ കേസിൽ എന്താ വെച്ചാൽ, ഏതൊക്കെ പോയിൻറ്റ്സ് XY നിങ്ങൾക്ക് ഈ R2 പ്ലെയിനിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ട്രെയിറ്റ് എഡ്ജ്, കോമ്പസ്, ഓക്കെ, ആൻഡ് ദിസ് ഗിവൺ ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 പോയിൻറ്റ്സ് നമ്മൾ ഇപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ R2 പ്ലെയിനിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് 2 പോയിൻറ്റ്സ് ഉണ്ടാവും, 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് അസ്യൂം ചെയ്യാണ്, ഓക്കെ, നമ്മളെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, ഡിസ്കഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ 2 പോയിൻറ്റ്സ് 0, 0, 1, 0 ആണ്. അപ്പം നമ്മളെ ഒരു ചെറിയൊരു ഗെയിമാണ് നമ്മൾ. ഗെയിം മീൻസ് ഒരു നമുക്കൊരു എയിം ഉണ്ട്, ഇതാണ് നമ്മളെ എയിം, ഇത്ര അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് XY നമുക്ക് ഈ പ്ലെയിനിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ നിങ്ങൾക്കുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ സപ്പോസ് 2 പോയിന്റ്സ് കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾക്ക് അവർ തമ്മിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, 2 പോയിന്റ്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ 2 പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ്സ് തമ്മിൽ നിങ്ങൾക്ക് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കോമ്പസ് വെച്ച് നമുക്ക് മെഷർമെൻറ്റ്സ് നടത്താം ഇതിൻ്റെ അകത്ത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഇനീഷ്യൽ സ്റ്റേജിൽ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു കോമ്പസ് ഉണ്ട്, ആ കോമ്പസ് നിങ്ങൾ അതിൻ്റെ ഒരു കാല് 0, 0-ലും മറ്റൊരു കാല് 1, 0-ലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോമ്പസ് ഇത്ര മാത്രമേ, ഈ ഒരു ആംഗിളില്ലേ, ഇത്ര മാത്രമേ നിങ്ങൾക്ക് ഇതിന് 2 കാലും വിടർത്തി വെക്കാൻ പറ്റുള്ളൂ. അതായത് എത്ര പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ ആ പോയിന്റ്സിൽ ഡിസ്റ്റൻസ് വരെ അറ്റ്മോസ്റ്റ് നമുക്കത് വിടർത്തി വെക്കാം. ഓക്കെ, ആ രീതിയിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കേസ് നിങ്ങൾ പറയുകയാണെങ്കിൽ നോക്കുക, ഇത് നമ്മളെ കോമ്പസ് ആണെങ്കിൽ നമുക്ക് ഇത്രയും മാത്രമേ വിടർത്തി വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ കാണുന്ന ഉദ്ദേശിച്ചതാണ് നമ്മളെ കോമ്പസ്. 1 മിനിറ്റ്. ഓക്കെ, ഇത് നമ്മളെ കോമ്പസാണ്, ഈ പച്ച. അപ്പം ഇത്രയും നമുക്ക് വിടർത്തി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ വേറൊരു പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇപ്പോൾ സപ്പോസ് നമ്മളെ കയ്യിൽ സ്ട്രെയിറ്റ് എഡ്ജ് ഉണ്ടല്ലോ, നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഇതിന് ഈ ലൈൻ സെഗ്മെൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലൈൻ ഞാൻ വരയ്ക്കാമെന്ന് വിചാരിക്കും, ഇങ്ങനെ. ഓക്കെ, ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ വരച്ചു. അപ്പം ഈ കോമ്പസിൻ്റെ ഈ കാല് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സർക്കിൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇതിങ്ങനെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും, റേഡിയസ് 1 ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഈ കാല് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ R2 പ്ലെയിനിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെയുള്ള പോയിന്റ് കിട്ടില്ലേ, ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഏതാ വരിക, ഈ പോയിന്റ് പറഞ്ഞാൽ 2, 0 എന്ന പോയിന്റ് ആയിരിക്കും. കാരണം ഈ ലെങ്ത് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്, ഈ ആംഗിൾ വെച്ചിട്ട് ഈ കോമ്പസിൻ്റെ കാല് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. നിങ്ങളിവിടെ വേണമെങ്കിൽ ചെറിയൊരു ചോക്ക് പിടിപ്പിച്ചോളൂ, എന്നിട്ട് ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ കിട്ടും. പക്ഷേ ആ സർക്കിൾ ഇവിടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് പറഞ്ഞാൽ 2, 0 ആയിരിക്കും. ഇപ്പം നമുക്കൊരു പുതിയ പോയിന്റ് കിട്ടി. നമ്മളിവിടെ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ചു, കോമ്പസ് ഉപയോഗിച്ചു, ഈ 1 ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ചു, ഒരു പുതിയ പോയിന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഈ കോമ്പസിൻ്റെ കാലുകൾ മാക്സിമം നമുക്ക്, ഇപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോമ്പസിൻ്റെ ഒരു കാല് ഈ സ്ഥലത്തും വെക്കാം, ഇപ്പോൾ നമ്മൾ വെച്ച പോലെ ഒരു കാല് ഇവിടെയും വെക്കാം, മറ്റേ കാല് വേണമെങ്കിൽ ഇവിടെ വരെ കൊണ്ടുപോകാം. മാക്സിമം ഇത്ര ലെങ്ത് വരെ നിങ്ങൾക്ക് കോമ്പസിൻ്റെ കാല് കണ്ടുപിടിച്ച പോയിന്റ്സിൻ്റെ ആ മാക്സിമം ലെങ്ത് വരെ നിങ്ങൾക്ക് കാലിങ്ങനെ തുറന്ന് വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് അത് വെച്ച് സർക്കിൾ വരയ്ക്കുകയോ ഒക്കെ ചെയ്യാം, എന്നിട്ട് ഇൻ്റർസെക്ഷനിൽ പോയിന്റ്സ് കാണാം, അങ്ങനെയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പം മൂന്നാമത്തെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു, അതായത് 0, 0, 1, 0, 2, 0 കണ്ടുപിടിച്ചു. അപ്പോൾ ഇതേപോലെ നിങ്ങളിപ്പോൾ സപ്പോസ് നമ്മൾ ഈ കോമ്പസ് എടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് ഒരു കാല് 1, 0-ലും മറ്റേ കാല് 2, 0-ലും ഫിക്സ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള പോയിന്റ് കിട്ടും അല്ലേ, 3, 0 എന്ന പോയിന്റ് കിട്ടില്ലേ. സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക, 2, 0 സെൻറ്റർ ആക്കി വെച്ച് സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ 3, 0 കിട്ടും. അങ്ങനെ എന്തൊക്കെ കിട്ടും,
ഇങ്ങോട്ട് വലത്തോട്ടുള്ള 10 20 30 40 എല്ലാം കിട്ടും. അപ്പോൾ അതേ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇടത്തോട്ടും ചെയ്യാം, ഇതല്ലേ ഈ ഇടത്ത് ഭാഗത്തോട്ടും നിങ്ങൾക്ക് ആ കൺസ്ട്രക്ഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആ സ്ട്രൈറ്റ് എഡ്ജ് ഉപയോഗിച്ച് ഞാൻ ഒരു ലൈനിനെ വരയ്ക്കുകയാണ്. എന്നിട്ട് ഈ കോമ്പസ് ഇങ്ങനെ ആ കോമ്പസ് അതേപോലെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -1 0 ആയിരിക്കും. അതുപോലെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എനിക്ക് -2 0 കിട്ടും ഈ പോയിന്റ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് എക്സ് ആക്സിസിലുള്ള അല്ലേ ചില പോയിന്റ്സുകൾ കിട്ടി. എല്ലാ പോയിന്റ്സും കിട്ടുന്നില്ല, ഇൻറ്റിജർ കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിവിടെ നമ്മളെ കോമ്പസ് എടുക്കുന്നു, എന്നിട്ട് ഈ 2 ലെങ്ത്തിൽ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, 2 ലെങ്ത്ത് എനിക്ക് ഈ 2 പോയിന്റ്സ് വരെ മാക്സിമം വരെ എടുക്കാമല്ലോ. അപ്പം ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഞാൻ 1 0 എന്ന പോയിന്റ് സെൻറ്റർ വെച്ചിട്ട് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം 2 റേഡിയസിലുള്ള. അപ്പോൾ 1 0 എന്ന പോയിന്റ് വെച്ചിട്ട് ഞാൻ സെൻറ്റർ വെച്ചിട്ട് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. അതായത് ഇതാണ് എൻ്റെ സെൻറ്റർ വെക്കുന്നത്. അപ്പം ഏകദേശം ഇങ്ങനെ ഒരു വലിയ 2 റേഡിയസ് അല്ല, അപ്പം ഇങ്ങനത്തെ ഒരു പോയിന്റ് കിട്ടും, ഇങ്ങനത്തെ ഒരു സർക്കിൾ കിട്ടും നമുക്ക് അല്ലേ. ഇതുപോലത്തെ ഒരു സർക്കിൾ മര്യാദയ്ക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങനത്തെ സർക്കിൾ കിട്ടും. ഓക്കെ, അതുപോലെ ഞാൻ -1 0 അത് ഈ പോയിന്റ് -1 0 എന്ന പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ഇതേ ഈ പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ഞാനൊരു സർക്കിൾ വീണ്ടും വരയ്ക്കാൻ പോകണം വിത്ത് സെൻറ്റർ -1 0 ആയിട്ട് ഈ 2 ലെങ്ത് വെച്ചിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സർക്കിൾ എനിക്ക് കിട്ടും, ഇതുപോലത്തെ ഒരു സർക്കിൾ കിട്ടും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ 2 സർക്കിൾസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 പോയിന്റ്സ് ഉണ്ട്. ഈ 2 സർക്കിൾസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 പോയിന്റ്സ്, ഈ പോയിന്റ്സും 2 പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഈ 2 സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 പോയിന്റ് എടുക്കുക. എൻ്റെ അടുത്ത് സ്ട്രൈറ്റ് എഡ്ജ് ഉണ്ട്. സ്ട്രൈറ്റ് എഡ്ജ് വെച്ചിട്ട് ഞാൻ, അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് പുതിയ കിട്ടി കേട്ടോ, 2 പുതിയ പോയിന്റ്സ് കിട്ടി. എൻ്റെ അടുത്ത് സ്ട്രൈറ്റ് എഡ്ജ് ഉണ്ട്, അത് വെച്ച് ഞാനൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്, ഈ 2 പോയിന്റ്സും കൂടി പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്ക് എന്താ കിട്ടും, നമുക്ക് ശരിക്കും നമ്മളെ വൈ ആക്സിസ് അവിടെ കിട്ടും. ഓക്കെ, നമുക്കവിടെ വൈ ആക്സിസ് കിട്ടുന്നുണ്ട്. നമുക്ക് ആ 2 പോയിന്റ്സാണ് കിട്ടുന്നത് അവിടെ. നമ്മൾ ഈ കൺസ്ട്രക്ഷനിൽ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി, പുതിയ 2 പോയിന്റ്സ് കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ 1 0 0 0 സെൻറ്റർ ആക്കി വെച്ചിട്ട് 1 0 വരെ മനസ്സിൽ കണ്ടുകൊണ്ടൊരു കോമ്പസ് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. നമ്മളെ കോമ്പസ് ഈ രീതിയിൽ ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു സർക്കിളാണ് വരയ്ക്കുക. ഈ 0 0 ഈ കാല് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മറ്റേ കാല് റൗണ്ട് അടിച്ചാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും അല്ലേ. അപ്പോൾ ഈ സർക്കിള് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാ, ഇതിൻ്റെ റേഡിയസ് 1 ആണല്ലോ, അപ്പോൾ ഈ പോയിന്റ് 0 1 ആയിരിക്കും. അതുപോലെ ഈ പോയിന്റ് 0 -1 ആയിരിക്കും അല്ലേ. ഈ -1 0 നമുക്ക് ഓൾറെഡി കിട്ടി, അപ്പോൾ നമുക്ക് വേറെ 2 പോയിന്റ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ഈ ലെങ്ത് ഉള്ള ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് വൈ ആക്സിസിലുള്ള എല്ലാ പോയിന്റ്സും കാണാം. അതുപോലെ മുകളിലോട്ട് വൈ ആക്സിസിലുള്ള നെഗറ്റീവ് വൈ ആക്സിസിലും പോസിറ്റീവ് വൈ ആക്സിസിലുള്ള പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു പോകാം. ഓക്കെ, വിത്ത് ഇൻറ്റിജർ കോർഡിനേറ്റ്സ്. ഇതുണ്ട്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് ശരിക്കും എന്താ കിട്ടുക വെച്ചാൽ, R2-ലുള്ള ആ പ്ലെയിനിലുള്ള എന്താ കിട്ടുക നമുക്ക്, അതായത് എല്ലാ XY പോയിന്റ്സും കിട്ടും. വേർ XY പോയിന്റ്സ് ആർ ആക്ച്വലി വിത്ത് X and Y ആർ ഇൻറ്റിജർ കോർഡിനേറ്റ്സ്, ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും. ആ രീതിയിലുള്ള എല്ലാ XY പോയിന്റ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഈ കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ്, ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് പ്ലെയിനിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അതൊരു പെർട്ടിക്കുലർ റിയൽ നമ്പർ, 2 റിയൽ നമ്പേഴ്സ് ആൽഫയും ബീറ്റയും കൺസ്ട്രക്റ്റബിൾ ആണെങ്കിൽ അവരുടെ ചില കോമ്പിനേഷൻസ് എല്ലാം കൺസ്ട്രക്റ്റബിൾ ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യും.
അതിനുശേഷം നമ്മൾ ക്യൂവിൻ്റെ കാര്യങ്ങൾ പറയും. ഓക്കെ, റാഷണൽ നമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ പറയും. എന്നിട്ട് പതുക്കെ നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൻ്റെ ഒക്കെ ഒരു സെൻസിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ഈ നമ്മളെ എയിമിലേക്ക് എത്തുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എയിം ഉണ്ടല്ലോ നമുക്ക്, അതിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു റിസൾട്ട് നമുക്ക് നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻസ് നമ്മൾ കണ്ടു. അത് പോസിബിൾ ആണ് ഈ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് നോക്കാം. ആ റിസൾട്ട് ഞാൻ ഒന്ന് പറയാം. അപ്പോൾ ആ റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ഒരു തിയറം എന്താ പറയുന്നത് വെച്ചാൽ, ഈ ആൽഫയും ബീറ്റയും കൺസ്ട്രക്റ്റബിൾ ആണെങ്കിൽ, കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, if alpha and beta are constructible real numbers, then so are alpha plus beta, അതുപോലെ alpha minus beta, alpha beta and alpha by beta, where beta is not equal to 0. ഇതെല്ലാം കൺസ്ട്രക്റ്റബിൾ ആണ് എന്നാണ് പറയുന്നത്. അത് ആൽഫയും ബീറ്റയും കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഈ കാണുന്ന എല്ലാം കോമ്പിനേഷൻസ് എല്ലാം ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എല്ലാം കൺസ്ട്രക്റ്റബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പ്രൂഫ് ബേസിക്കലി കൺസ്ട്രക്ഷൻ ആണ്. അപ്പം എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് എടുക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി. ഓക്കെ, അപ്പം പ്യൂർലി ജോമെട്രിക്കലായിട്ട് നമുക്ക് പറയാം എങ്ങനെ അതിൻ്റെ കൺസ്ട്രക്ഷൻസ് വരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആൽഫ കൺസ്ട്രക്റ്റബിൾ ആണല്ലോ. അപ്പോൾ ബേസിക്കലി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, ഒരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ മോഡ് ആൽഫ. ഓക്കെ, അപ്പോൾ ആൽഫ കൺസ്ട്രക്റ്റബിൾ ആയതുകൊണ്ട് ഈ മോഡ് ആൽഫ ലെങ്ത്തുള്ളൊരു ലൈൻ സെഗ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ബീറ്റ കൺസ്ട്രക്റ്റബിൾ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ മോഡ് ബീറ്റ ലെങ്ത്തുള്ളൊരു വേറെ ലൈൻ സെഗ്മെൻറ്റും ഉണ്ട്. അതായത് മോഡ് ബീറ്റ ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റും ഉണ്ട്. അപ്പം രണ്ടും ആൽഫയും ബീറ്റയും കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം അത് എപ്പോഴാണ് പറയുക, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഈ ആൽഫ മോഡ് ആൽഫ ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻ്റ് എടുത്തു. ഓക്കെ, അത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്, മോഡ് ആൽഫ ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഈ ആൽഫ ലെങ്ത്തുള്ള ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. റെഡ് തന്നെ വരയ്ക്കാം. അപ്പം നമ്മൾ ഈ പോയിന്റിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം ലൈൻ സെഗ്മെൻറ്റ്. നമ്മൾ യൂസിങ് അവർ എന്താ പറയുക, നമ്മളെ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. അപ്പം നമുക്കറിയാം, ഇപ്പം ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും ഇത് മോഡ് ആൽഫയാണ്. ഓക്കെ, ഇനി നമ്മൾ കോമ്പസ് എടുക്കുക. നമ്മളെ കോമ്പസ് എടുക്കുക, എന്നിട്ട് ഈ ലെങ്ത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റിൽ ആ കോമ്പസിൻ്റെ ഒരു കാല് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കും ഒരു കാല് വെച്ചിട്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു കട്ടിങ് വരും, അല്ലെ ഒരു ആർക്ക് പോലെ കട്ട് ചെയ്യും നമ്മൾ. ആ കട്ട് ചെയ്യുന്ന ഈ പോർഷനാണ് ശരിക്കും. അപ്പം ഇതാണ് നമ്മളെ ഇവിടെ നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ഈ ലെങ്ത്ത് മോഡ് ബീറ്റയാണ്. അപ്പം മൊത്തത്തിലുള്ള ഇതിൻ്റെ ലെങ്ത്ത് എന്താ, നമുക്ക് ആവശ്യമുള്ള പോലെ ആൽഫ പ്ലസ് ബീറ്റ ലെങ്ത്ത് വരുന്ന ഒരു ലൈൻ സെഗ്മെൻ്റായി മാറും. അതായത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഉപയോഗിച്ചത്രേ ഉള്ളൂ, ആൽഫയും ബീറ്റയും കൺസ്ട്രക്റ്റബിൾ ആയതിനെക്കൊണ്ട് ആ ലെങ്ത്തുള്ള രണ്ട് മോഡ് ആൽഫയും മോഡ് ബീറ്റയും ലെങ്ത്തിൽ രണ്ട് ലൈൻ സെഗ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്ട്രെയിറ്റ് എഡ്ജും അതുപോലെ നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക കോമ്പസും ഉപയോഗിച്ച് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിച്ചു. ഇനി അങ്ങനെ നിങ്ങൾ ആൽഫ മൈനസ് ബീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. ഈ നമ്മളിപ്പോൾ ചെയ്ത കോമ്പസ് ഈ വലത്ത് ഭാഗത്തോട്ട് നമ്മൾ ആർക്ക് വരയ്ക്കാണ്ട് ഇടത്ത് ഭാഗത്തോട്ട് ആർക്ക് വരയ്ക്കാം.
ഓക്കെ. അപ്പോൾ എന്താ വരിക, ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുമ്പം ഇങ്ങനെ വരും. ഇവിടെ സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യും. ഇവിടെ ഒരു പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തോളൂ. ഇവിടെ നിങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു ഈ പോയിന്റിൽ നിങ്ങളെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ വട്ടം വരയ്ക്കില്ല. ആ വരയ്ക്കുമ്പം ഇവിടെ ഇങ്ങനെ കട്ടാവും. ഇങ്ങനെ വർക്ക് ചെയ്യുക നമ്മൾ ചെയ്യുക. അപ്പോൾ ആ കട്ടാവുന്ന പോർഷൻ, അപ്പോൾ ഇത് നമുക്കറിയാം മോഡ് ബീറ്റ ആണെന്നല്ലേ. മൊത്തത്തിലുള്ള ലെങ്ത്ത് നമുക്കറിയാം മോഡ് ആൽഫയാണെന്ന്. അപ്പം നമുക്ക് ആവശ്യമുള്ള ആൽഫ മൈനസ് ബീറ്റ എവിടെയാണ് ഉണ്ടാവുക? അതെ, അതായത് നമുക്ക് ഇതാണ് നമ്മളെ ഈ പോർഷനാണ് നമ്മളെ ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെൻറ്റ്. അപ്പം ഇത്രയും പോർഷൻ നമ്മളെ ആൽഫ എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മളെ ബീറ്റ എന്ന ലൈൻ സെഗ്മെൻറ്റ്. ഇത് മൊത്തത്തിലുള്ളത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെൻറ്റ്. ഈ ചെറിയ പോർഷൻ ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെൻറ്റ്. അപ്പം ആൽഫ ആൻഡ് ബീറ്റ കൺസ്ട്രക്റ്റബിൾ ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ മൈനസ് ബീറ്റയും രണ്ടും കൺസ്ട്രക്റ്റബിൾ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ ഈ റിയൽ നമ്പറും കൺസ്ട്രക്റ്റബിൾ ആണെന്ന് കാണിക്കണം. അതായത് നമ്മുടെ അടുത്തുള്ള ആ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് എന്ത് കാണിക്കണം, ആൽഫ ബീറ്റ ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം നമ്മളെ കയ്യിൽ അതുപോലെ തന്നെ മോഡ് ആൽഫ ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്, ഈ റെഡ് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചില പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് ഞാൻ ഒ എന്ന് വിളിക്കുന്നു, ഈ പോയിന്റ് ഞാൻ എ എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടുകയാണ്. അപ്പം ഓക്കെ, എൻ്റെ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിടാണ്, വരച്ചിടാണ്, സ്ട്രെയിറ്റ് എഡ്ജ് വെച്ചിട്ട് വരയ്ക്കുകയാണ്. ഇനി വേറൊരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ് ത്രൂ ഒ, ബട്ട് നോട്ട് കണ്ടെയ്നിങ് ഒയെ കണ്ടെയ്ൻ ചെയ്യാത്തൊരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മളെ സ്ട്രെയിറ്റ് എഡ്ജിന് സഹായത്തോടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇനി ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണ് ഇവിടെ, കാരണം നമുക്ക് യൂണിറ്റ് ലെങ്ത്ത് നമ്മളെ കയ്യിലുണ്ട് സെഗ്മെൻറ്റ്. അപ്പോൾ എനിക്കൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാണ്, പി എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് ലെങ്ത് ഉള്ള നമ്മുടെ ലൈൻ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, ആ പോയിന്റ് പി എന്ന് മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ അടുത്ത് മോഡ് ബീറ്റ ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ പോയിന്റ് വെച്ചിട്ട് എനിക്ക് കോമ്പസ് വെച്ചിട്ട് എക്സാക്ട്ലി മോഡ് ബീറ്റ വരുന്ന രീതിയിലൊരു, അത് ഈ ലെങ്ത് മോഡ് ബീറ്റയാണ്. ആ രീതിയിൽ എനിക്ക് ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള എൻട്രീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാനിവിടെ ഈ പിയിൽ നിന്ന് എയിലേക്ക് ഞാനൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം. 2 പോയിന്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ 2 പോയിന്റ്സ് നമുക്ക് തമ്മിൽ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം. പിയിൽ നിന്ന് എയിലേക്ക് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. അതുപോലെ തന്നെ ഈ ബി എന്ന പോയിന്റിൽ നിന്ന് ഈ പി എന് പാരലായിട്ട് സ്ട്രെയിറ്റ് എഡ്ജ് വെച്ചിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അത് ഈ പി എ എന്ന് പറഞ്ഞ ലൈനിന് പാരലായിരിക്കണം, ആ രീതിയിൽ ഞാൻ വരച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ പാരലായിട്ട് വരയ്ക്കുമ്പം ഇത് നമ്മൾ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച ഈ ലൈനിൻ്റെ മുകളിൽ സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യും ഈ പോയിന്റിൽ. ആ പോയിന്റ് ഞാൻ ക്യൂ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ലൈൻ ശരിക്കും എൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ഈ ഇപ്പോൾ വരച്ച ലൈൻ നമ്മൾ എൽ ഡാഷ് എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ആൽഫ ബീറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആൽഫ ബീറ്റ കൺസ്ട്രക്റ്റബിൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ക്ലെയിം എന്താ വെച്ചാൽ, ഈ കാണുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് മോഡ് ആൽഫ ബീറ്റ ലെങ്ത് വരുന്ന ലൈൻ സെഗ്മെൻറ്റ്. ജസ്റ്റ് നമ്മൾ വരച്ചത് കൺസ്ട്രക്ട് ചെയ്തതെല്ലാം നമ്മുടെ കയ്യിലുള്ള എൻറ്റിറ്റീസ് വെച്ചിട്ടാണ്, വേറെ പുതിയതൊന്നും നമ്മളോട് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം.
ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ. അതായത് നിങ്ങൾ ട്രയാങ്കിൾ ഒ എ പി എടുക്കുക, അതുപോലെ ട്രയാങ്കിൾ ഒ ക്യു ബി എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ ആംഗിൾ പി ഒ എ എടുക്കുക, ആംഗിൾ പി ഒ എ എടുക്കുക, അതുപോലെ ആംഗിൾ ബി ഒ ക്യു എടുക്കുക. ഇത് രണ്ടും സെയിം ആയിരിക്കും അല്ലേ? സെയിം ആണല്ലോ ഇവിടെ. ആംഗിൾ ഒ പി എ എടുക്കുക, അതുപോലെ ആംഗിൾ ഒ ബി ക്യു എടുക്കുക. അത് രണ്ടും സെയിം ആണല്ലേ? ഈ രണ്ട് ആംഗിളും സെയിം അല്ലേ? അതുപോലെ ആംഗിൾ ഒ എ പിയും ഒ ക്യു ബിയും ഇതും ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. പാരലായിട്ട് വരയ്ക്കുമ്പോൾ ഈ ആംഗിൾസ് പ്രിസർവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒ എ പി എന്ന ട്രയാങ്കിളും അതുപോലെ ഒ ക്യു ബി എന്ന ട്രയാങ്കിളും രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈ സിമിലർ ട്രയാങ്കിൾസ് ഒരു പ്രത്യേകത ഉണ്ട്, അവരുടെ സൈഡുകളുടെ ചില റേഷ്യോകൾ സെയിം ആയിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒ പി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഒ എ എന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്, അതിൻ്റെ ലെങ്ത് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പം അങ്ങനെയെങ്കിൽ ഒ പി ബൈ ഒ എ, ഓക്കെ, ഈ സൈഡ് ബൈ ഈ സൈഡ്, that will be equal to our ratio. That ratio will be equal to OB by OQ. ഇത് നമ്മൾ സിമിലർ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് ഈ സൈഡ്സിൻ്റെ റേഷ്യോ പ്രിസർവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ ഒ പി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഒ പി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ബൈ ഒ എ എന്താണ്? ഈ ലെങ്ത് എന്തായിരുന്നു? മോഡ് ആൽഫ. മോഡ് ആൽഫ ഇസ് ഈക്വൽ ടു ഒ ബി എന്ന് പറഞ്ഞാൽ മോഡ് ബീറ്റ ബൈ ഒ ക്യു. ഒ ക്യു ഇതിനകത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ഒ ക്യു മോഡ് ഒ ക്യു എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മോഡ് ആൽഫ ഇൻറ്റു മോഡ് ബീറ്റ, അതായത് മോഡ് ആൽഫ ബീറ്റ എന്ന് കിട്ടും. അതായത് നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് ഒ ക്യു കണ്ടുപിടിച്ചു ഓഫ് ലെങ്ത് ആൽഫ ബീറ്റ. സോ ആൽഫ ബീറ്റ ഈസ് ആക്ച്വലി കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പർ. ഓക്കെ, സോ ആൽഫ ആൻഡ് ബീറ്റ കൺസ്ട്രക്റ്റബിൾ ആണെങ്കിൽ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ റിയൽ നമ്പറും കൺസ്ട്രക്റ്റബിൾ ആണ് എന്ന് കിട്ടി. ഇനി കാണിക്കേണ്ടത് ആൽഫയും ബീറ്റയും കൺസ്ട്രക്റ്റബിൾ ആണെങ്കിൽ ആൽഫ ബൈ ബീറ്റ വെർ ബീറ്റ നോട്ട് ഈക്വൽ ടു 0 കൺസ്ട്രക്റ്റബിൾ ആണെന്ന് കാണിക്കണം. അപ്പോൾ അതേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കൺസ്ട്രക്ഷൻസ് ചെയ്യുകയാണ്. ഈ സെയിം കൺസ്ട്രക്ഷൻ, ഈ പറഞ്ഞ സെയിം കൺസ്ട്രക്ഷൻ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്യാം. ആദ്യം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒ എടുക്കുക, ഇത് നമ്മൾ എ എടുക്കുക. അതായത് ഈ ലെങ്ത്താണ് നമ്മൾ മോഡ് ആൽഫ, പിന്നെ ഈ ലെങ്ത്താണ് നമ്മളെ മോഡ് ബീറ്റ. ഓക്കെ, ഇത് നമ്മൾ എൽ എന്ന് പറഞ്ഞ ലൈന്. പിന്നെ നമ്മൾ ഓക്കെ, പിന്നെ വൺ ഡിസ്റ്റൻസ് വരുന്ന വൺ ലെങ്ത് വരുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ലെങ്ത് ഓക്കെ 1 വരുന്ന ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഇത് 1 എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്, ലെങ്ത് വരുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. ഈ പോയിന്റിന് ഞാൻ ഈ ലെങ്ത് 1 വന്ന ഈ പോയിന്റ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത പോലെ പി എന്ന് മാർക്ക് ചെയ്യുന്നു, ഇത് ഞാൻ ബി എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെയൊക്കെ തന്നെ ഞാനൊരു ലൈൻ വരയ്ക്കാൻ പോകണം. നമ്മളെ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. പിയിൽ നിന്ന് ഒരു ലൈൻ വിച്ച് ഇസ് പാരലൽ ടു നമ്മൾ മുകളിൽ വരച്ച ബി എ എന്ന് പറഞ്ഞ ലൈനിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കാൻ പോകണം പച്ച കളറിൽ. അപ്പോൾ അതാണ് നമ്മളെ എൽ ഡാഷ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പോയിന്റ്, ഇപ്പോൾ ഇത് പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുമല്ലോ, ആ പോയിന്റ് ഞാൻ ക്യൂ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി എൻ്റെ ക്ലെയിം എന്താ വെച്ചാൽ ഈ നമ്മൾ കണ്ടുപിടിച്ച ഒ ക്യു എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിൽ എൻ്റെ ലെങ്ത്താണ് ശരിക്കും മോഡ് ആൽഫ ബൈ ബീറ്റ. അപ്പം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ചെയ്താൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ
അപ്പോൾ അത് നമ്മൾ സിമിലർ മെട്രിക്സിൻ്റെ സെയിം ഐഡിയ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച ഒ ക്യു പി എന്ന മെട്രിക്സും മെട്രിക്സ് അല്ല, ഒ ക്യു പി എന്ന ഈ ട്രയാങ്കിളും ഒ എ പി എന്ന ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസ് ഒന്ന് കമ്പയർ ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഒ ക്യൂൻ്റെ ലെങ്ത്ത് അത് ഈ പോർഷൻ ഒ ക്യു ബൈ ഒ എ, ഒ ക്യു ബൈ ഒ എ എന്ന് പറഞ്ഞാൽ സോറി ഒ എ അല്ല, ഒ പി, ഒ ക്യു ബൈ ഒ പി ലെങ്ത് വിൽ ബി ഈക്വൽ ടു ഒ ക്യു നമ്മളിവിടെ ആദ്യം എടുത്തത്. അപ്പോൾ ഈ സൈഡിലുള്ള എടുക്കുക, അത് ഒ എ ബൈ ഇതിന് സിമിലർ, ഇതിൻ്റെ ഈ ഒ പി സിമിലർ സൈഡ് ഏതാ, ഒ ബി എന്ന സൈഡ്. അപ്പോൾ ഒ ബി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്താ നമുക്ക് കിട്ടുക, ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന വേറെ ഒന്നുമില്ല, ഒ ക്യു എന്ന് പറയുമ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണ്ട അല്ലേ, ഒ ക്യു ബൈ ഒ പി എന്ന 1 ഈക്വൽ ടു ഒ എന്ന് പറഞ്ഞാൽ മോഡ് ആൽഫ ബൈ മോഡ് ബീറ്റ. ഓക്കെ, സോ വി ഗെറ്റ് ഒ ക്യു is of length mod alpha by beta, mod alpha by beta. അപ്പോൾ നമ്മൾ മോഡ് ആൽഫ ബൈ ബീറ്റ ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൽഫ ബൈ ബീറ്റ കൺസ്ട്രക്റ്റബിൾ ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ലൈൻ ബൈ ലൈൻ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ചെയ്ത ഈ കാര്യത്തിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, അതായത് നമ്മൾ ആൽഫയും ബീറ്റയും കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് കിട്ടി, ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ബീറ്റ, ആൽഫ ബൈ ബീറ്റ where beta not equal to 0, ആൽഫ മൈനസ് ബീറ്റ, ഇതെല്ലാം കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ സെറ്റ് ഓഫ് ഓൾ കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് എടുക്കുക, അതായത് സെറ്റ് ഓഫ് ഓൾ കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് എടുക്കുക. എങ്കിൽ ഈ സെറ്റ് ഇറ്റ് ഫോംസ് എ സബ്ഫീൽഡ് എഫ് ഓഫ് ആരാണ്, റിയൽ നമ്പേഴ്സ് അല്ലേ. നമ്മളിപ്പോൾ ചെയ്ത കൺസ്ട്രക്ഷൻ അതല്ലേ, നിങ്ങളൊരു റിയൽ നമ്പേഴ്സ് എടുത്തു, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു, നിങ്ങൾ എന്താ കാണിച്ചത്, ഒരു സപ്പോസ് ഒരു സെറ്റിംഗ് എടുക്കുകയാണ്, സെറ്റ് ഓഫ് ഓൾ കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, സി എന്നുള്ള സെറ്റ് എടുക്കുകയാണെങ്കിൽ ഈ സെറ്റിൻ്റെ അകത്ത് 2 എലിമെൻറ്റ്സ് എടുത്തു നിങ്ങൾ, എന്നിട്ട് ഇതെല്ലാം ഈ സെറ്റ് തന്നെ ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും എന്താ ഇൻഡയറക്റ്റ്ലി കാണിച്ചത്, അതെ നമ്മളത് സബ് ഫീൽഡ് ആണെന്ന് കാണിച്ചു. സി ഈസ് എ സബ് ഫീൽഡ് ഓഫ് യുവർ ആർ എന്ന് കാണിച്ചു അല്ലേ. സോ ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഫ്രം വാട്ട് വി ഹാവ് ജസ്റ്റ് പ്രൂവ്ഡ്. അപ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഇനി നമ്മളെ മനസ്സിലുണ്ടാവേണ്ട കാര്യം എന്താ വെച്ചാൽ, സെറ്റ് ഓഫ് ഓൾ കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് വിൽ ഫോം എ സബ് ഫീൽഡ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. കൺസ്ട്രക്റ്റബിൾ റിയൽ നമ്പേഴ്സ് ശരിക്കും നമ്മളെ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ് ഫീൽഡ് ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് നമുക്കറിയാം ആർ എന്ന ഫീൽഡിൻ്റെ സ്മോളസ്റ്റ് സബ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്, സെറ്റ് ഓഫ് റാഷണൽസ് ആണ്. ആർ എന്ന ഫീൽഡിൻ്റെ സ്മോളസ്റ്റ് സബ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യൂ ആണ്. ഓൾസോ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, നമ്മളെടുത്ത സി, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഫ് എന്ന് വിളിക്കാം, കാരണം സി വേണ്ട, നമുക്ക് എഫ് എന്ന് വിളിക്കാം. സെറ്റ് ഓഫ് ഓൾ constructible real numbers. Okay, the set of all constructible ഇത് IPLE constructible real numbers എഫിനെ വിളിക്കുകയാണെങ്കിൽ Q, അതെ നമുക്കിപ്പോൾ കിട്ടിയ എഫ് ഈസ് ആക്ച്വലി എ സബ് ഫീൽഡ് ഓഫ് ആർ എന്ന് കിട്ടി അല്ലേ. ഇറ്റ് ഈസ് ആക്ച്വലി എ സബ് ഫീൽഡ് ഓഫ് ആർ എന്ന് കിട്ടി.
ആൻഡ് ഓൾസോ നമുക്കറിയാം ക്യൂ ആണ് ആറിൻ്റെ സ്മോളസ്റ്റ് സബ് ഫീൽഡ്. അപ്പം എന്ത് പറയാം, ക്യൂ ഇസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് എന്ന് പറയും. ഓക്കെ, ആറിൻ്റെ സബ് ഫീൽഡാണ് എഫ്, പക്ഷെ നമുക്കറിയാം ആറിൻ്റെ ഏറ്റവും ചെറിയ സബ് ഫീൽഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ ആണ്. അപ്പോൾ ക്യൂ ഇസ് ആക്ച്വലി കണ്ടെയ്ൻഡ് ഇൻ എഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മൾ പതുക്കെ ക്യൂയിലേക്ക് വരുന്നുണ്ട്, റാഷണൽസിലേക്ക് വരുന്നുണ്ട്. ഈ നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ഫീൽഡിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ കിട്ടിയത്? ക്യൂ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു സബ് ഫീൽഡാണ്, സബ്സെറ്റാണ്. അപ്പം അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ക്യൂവിലുള്ള എല്ലാ എലിമെൻസും അല്ലെങ്കിൽ എല്ലാ റാഷണൽ നമ്പേഴ്സും കൺസ്ട്രക്റ്റബിൾ ആണെന്നാണ് കിട്ടിയത്.